കേരളത്തിൻ്റെ ഒരു പുതിയ ചരിത്രം രചിക്കുകയാണ് ഈ മഹോത്സവത്തോടുകൂടി. കേരളം മാറുകയാണ്. കേരളം പുതിയ ചരിത്രം രചിക്കുകയാണ്. ഒരുപക്ഷെ മഹാമണ്ഡലേശ്വർ ആനന്ദവനം അദ്ദേഹം അതിനൊരു കാരണമായി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മഹാ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒഴുകിയെത്തുകയാണ് ഇവിടെ കാണുന്നത്. ജനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ എത്തുന്നതെന്ന് തോന്നുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഒരു ആധ്യാത്മിക ചൈതന്യം. കേരളം ഒരു ഭൗതിക കേരളമല്ല, കേരളം ഒരു ആധ്യാത്മിക കേരളം ആണെന്ന് വെളിപ്പെടുകയാണ്. ജനങ്ങൾ എന്തോ ഓർത്ത് കാത്തിരുന്ന വേഴാമ്പലിനെ പോലെ ഓടിയെത്തുകയായിരുന്നു ഇവിടെ. അവർ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ഇവിടെ നിന്ന് അവർക്ക് പ്രസാദം വാങ്ങാനോ അല്ലെങ്കിൽ ഒന്നുമല്ല. ഈ മഹോത്സവത്തിൽ പങ്കെടുത്ത് ഇതിൻ്റെ ആധ്യാത്മികതയുടെ തലത്തിൽ അവരുടെ മനസ്സ് ലയിപ്പിച്ച് അവർ പുണ്യം നേടി അവർ സന്തോഷത്തോടെ മടങ്ങുകയാണ്. ഇത് ഞാൻ കണ്ടത് ഭാരതത്തിലെ ഹരിദ്വാറിലും നടക്കുന്ന കുംഭമേളയിലാണ്. കോടിക്കണക്കിന് ആൾക്കാർ വരുന്നു, ഒന്നും പ്രതീക്ഷിക്കാതെ അവിടെ എത്തിയിട്ട് അവർ സന്തോഷത്തോടു കൂടിയിട്ട് തിരിച്ചു പോകുന്നു. അതുപോലെ ഇവിടെയും ആൾക്കാർ ഒന്നും പ്രതീക്ഷിക്കാതെ ഇവിടെ വരുന്നു, പക്ഷേ എല്ലാവിധ അനുഭൂതിയോടു കൂടിയിട്ട് തിരിച്ചു പോകുന്നു. എനിക്കൊന്ന് കേരളത്തിന് പുതിയ ചരിത്രം രചിക്കുകയാണ്. കേരളം ആധ്യാത്മിക കേരളമായി മാറുകയാണ്. കേരളത്തിലെ ഹിന്ദു സമൂഹം കൂടുതൽ കരുത്താർജിക്കുകയാണ്. ആത്മവിശ്വാസം പകർന്നുകൊണ്ട് അവർ ഒരു നവകേരള സൃഷ്ടിക്കായിട്ട് കേരളത്തിൻ്റെ എല്ലാ തലത്തിലുള്ള മാറ്റങ്ങൾ ഇതിലൂടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്.